അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയും ബീഹാർ വോട്ടർ പട്ടിക വിവാദവും ചർച്ച ചെയ്യണമെന്ന് ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെടും. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ ഇന്നലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തിയെങ്കിലും എങ്ങും തൊടാതെയുള്ള വിശദീകരണമാണ് നൽകിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ത്യൻ സമ്പദ്ഘടന നിശ്ചലാവസ്ഥയിലാണെന്ന ട്രംപിന്റെ പ്രസ്താവനയിലും സർക്കാർ മറുപടി നൽകിയിട്ടില്ല. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, ഈ വിഷയത്തിൽ എന്തായാലും പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. സർക്കാർ കൃത്യമായ ഒരു വിശദീകരണമോ മറുപടിയോ ഒന്നും നൽകുന്നില്ലെന്ന ഒരു പരാതി അവർക്കുണ്ട്. റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ പാർലമെന്റിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ മേൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പീയൂഷ് ഗോയൽ ലോക്സഭയിലും രാജ്യസഭയിലും കാര്യങ്ങൾ വിവരിച്ചു എങ്കിലും അതിൽ പ്രതിപക്ഷം തൃപ്തരല്ല. കാരണം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും പറയാതെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് പീയൂഷ് ഗോയൽ ചെയ്തത് എന്നാണ് പ്രതിപക്ഷം ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, പല കാര്യങ്ങളിലും ട്രംപിന് മുന്നിൽ മോദി പൂർണ്ണമായും മുട്ടുമടക്കുന്ന സാഹചര്യമുണ്ട്, രാജ്യം മുട്ടുമടക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രധാന വിഷയമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയിൽ ഉയർത്തുന്നതാണ്. അത് വീണ്ടും ഉയർത്തുന്ന നടപടി ഇന്നും തുടരും. ഇന്ന് ഈ വിഷയങ്ങളാണ് പ്രധാനമായും അത്തരത്തിൽ അടിയന്തര പ്രമേയങ്ങളായി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഈ കന്യാസ്ത്രീമാരുടെ, അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില കേരളത്തിലുള്ള എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസുകൾ അതിലും നൽകും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും അടിയന്തര പ്രമേയങ്ങൾ പരിഗണിക്കുന്ന പതിവ് ഭരണപക്ഷം സ്വീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് സഭാധ്യക്ഷന്മാർ സ്വീകരിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിൽ ഇന്നും ഇരു സഭകളും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം രാവിലെ തന്നെ പാർലമെന്റ് പുറത്തും സമാനമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ ട്രംപിന്റെ താരിഫ് വിഷയത്തിനോടൊപ്പം SIRലും ഉയർത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്നും നടപടികൾ രാവിലെ തടസ്സപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ ഫ്ലോർ നേതാക്കളുടെ, അതായത് സഭാകക്ഷി നേതാക്കളുടെ യോഗം രാവിലെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ വരും ദിവസങ്ങളിൽ, ഇന്നടക്കമുള്ള എല്ലാ ദിവസങ്ങളിലും ശക്തമായി തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് മേൽ ചോദ്യങ്ങൾ ആവർത്തിക്കണം എന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. സ്വാഭാവികമായി അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാ പാർട്ടികളും ഒരുമിച്ചതുകൊണ്ട് വലിയ പ്രതിഷേധം ഇരു സഭകളിലും ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനും. റോഷ്നി, ശരി, പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.